പ്രതിസന്ധികൾ പലതുമുണ്ടാകും. സത്യസന്ധതയെ മുറുകെ പിടിച്ച് മുന്നേറുന്നവരുടെ വഴികളിൽ ഒരിടർച്ചയും ഉണ്ടാകില്ലെന്നതിൻ്റെ തെളിവാണ് ശ്രീനന്ദയുടെയും അഭിഷേകിൻ്റെയും കഥ. ഒരു വർഷം മുൻപ് ഇതുപോലൊരു ദിവസം പാർക്കിൽ നടക്കാൻ പോയതാണ് ശ്രീനന്ദയും അഭിഷേകും. പാർക്കിൽ വച്ച് ഇരുവർക്കും ഒരു സ്വർണ്ണമാല കളഞ്ഞു കിട്ടി. സ്വർണ്ണമാല ഉടൻ തന്നെ പാർക്കിലെ ജീവനക്കാരെ ഏൽപ്പിച്ചു. അവർ വഴി മാല ഉടമയുടെ കയ്യിലെത്തി. എന്നാൽ ആ സംഭവം ശ്രീനന്ദയുടെയും സഹോദരൻ അഭിഷേകിൻ്റെയും അമ്മയായ രമ്യയുടെയും ജീവിതം മാറിമറിയാൻ കാരണമായി. കുട്ടികളുടെ സത്യസന്ധത കണ്ട് ഇവരെ അഭിനന്ദിക്കാനാണ് മന്ത്രി MP രാജേഷ് ആദ്യമായി ഇവരുടെ വീട്ടിലെത്തുന്നത്. പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തെ കണ്ടപ്പോൾ എന്ത് ചെയ്യാൻ കഴിയുമെന്നായി മനസ്സിൽ. ഒറ്റ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇക്കാര്യം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചത്. നമുക്ക് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളും ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. വെറുതെ നമ്മൾ അതിലൂടെ വിദ്വേഷം പ്രചരിപ്പിച്ച് നടക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അപവാദവും പരദൂഷണവും പറഞ്ഞ് നടക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ. പ്രദേശവാസിയായ ഷിനോദ് നൽകിയ സ്ഥലത്ത് CPM കുളമുക്ക് ലോക്കൽ കമ്മിറ്റി വീട് വെച്ച് നൽകി. അതിന്റെ താക്കോൽ നൽകാനാണ് മന്ത്രി MP രാജേഷ് വീണ്ടും ഇവരുടെ വീട്ടിലെത്തിയത്. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ സ്ഥിതി കുറച്ച് മോശമായിരുന്നു. ഇപ്പൊ ഈ വീട് കയറിയപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. ഒരുപാട് സന്തോഷമുണ്ട്. പ്രവർത്തിച്ച എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. സത്യസന്ധതയ്ക്ക് എന്താണ് വില, അല്ലെങ്കിൽ എത്ര മൂല്യം കൽപ്പിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ മൂല്യം കൽപ്പിക്കാൻ പറ്റില്ല. അത് കാരണം അമൂല്യമായ വസ്തുവാണ് സത്യസന്ധത എന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് അമൂല്യമായ ഒരു സന്തോഷം, അല്ലെങ്കിൽ അത്രയും വലിയൊരു ആഹ്ലാദത്തിലേക്ക് ആ 3 പേരുടെയും മുഖത്ത് നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഗൂഗിൾ പറയും, ഗൂഗിൾ വളരെ സന്തോഷമുള്ളൊരു കാഴ്ചയാണ് അല്ലേ. അത്ര കഷ്ടസ്ഥിതിയിലും അവർക്ക് ഉള്ളതല്ലാത്തത് അവർക്ക് ആഗ്രഹിച്ചിട്ടില്ല. അത് കൃത്യമായി അതിൻ്റെ ഉടമസ്ഥനെ ഏൽപ്പിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ അവരിലേക്ക് വലിയൊരു സ്നേഹം വന്നു ചേർന്നു. ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒരു വഴിയൊരുങ്ങി വന്നത്? ഈ ജീവിതത്തിൽ സത്യസന്ധതയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കഥ. ശ്രീനന്ദ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നൊരു കുട്ടിയാണ്. കുട്ടിക്ക് വളരെ മോശം സാഹചര്യത്തിലൂടെ, മോശം വീട്ടിലൂടെ കഴിഞ്ഞു വരുന്നൊരു സാഹചര്യമായിരുന്നു. ശ്രീനന്ദയുടെ അമ്മ രമ്യ, അവർ വളരെ കഷ്ടപ്പെട്ടാണ് ഈ കുട്ടികളെയൊക്കെ നോക്കിയിരുന്നത്. രമ്യയുടെ ഭർത്താവ് കോവിഡ് ബാധിച്ചു മരിച്ചു. അതിനുശേഷം വളരെ ദുരിതത്തിൽ പോകുന്നതിനിടയിലാണ് ശ്രീനന്ദ ഒരു ദിവസം ഒരു വഴിയിലൂടെ ഒരു പാർക്കിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്വർണ്ണമാല കിട്ടി. ഈ സ്വർണ്ണമാല ആ ഉടമയ്ക്ക് ഏൽപ്പിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം വെച്ച് ആ കുട്ടി അത് ജീവനക്കാർക്ക് നൽകുന്നു. ജീവനക്കാർ അത് ആ ഉടമയ്ക്ക് എത്തുന്നു. ഇവളുടെ സത്യസന്ധതയ്ക്ക് കിട്ടിയ ഒരു പ്രതിഫലമാണ് ആ വീടെന്ന് പറയാം. കാരണം ഇതിനൊക്കെ ഈ വീട് കിട്ടാൻ ശ്രീനന്ദയ്ക്ക് നിമിത്തമായത് വന്നത് ആ മാല തിരികെ ഏൽപ്പിച്ചത് കൊണ്ട് മാത്രമാണ്. അത് കണ്ട് അഭിനന്ദിക്കാനാണ് മന്ത്രി MP രാജേഷ് ആദ്യമായിട്ട് ശ്രീനന്ദയുടെ വീട്ടിലെത്തുന്നത്. അപ്പോൾ ഈ അവസ്ഥയൊക്കെ കണ്ട് വളരെ മോശം തോന്നി. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനോട്, വ്യവസായ ഒരു സുഹൃത്തിനോട് ഈ കാര്യം പറയുന്നു. അദ്ദേഹത്തിന് പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. അദ്ദേഹം ആണ് പണം നൽകി, CPM ലോക്കൽ കമ്മിറ്റിക്ക് പണം നൽകി ഇവർക്ക് വീട് വെച്ച്, കുളമുക്ക് ലോക്കൽ കമ്മിറ്റി ഇവർക്ക് വീട് വെച്ച് നൽകുന്നത്. അതോടൊപ്പം തന്നെ ആ പ്രദേശവാസിയായ ഒരാൾ അവർക്ക് സ്ഥലം നൽകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കുട്ടിക്ക് ഇപ്പോൾ കയറിക്കിടക്കാൻ ഒരു നല്ലൊരു വീടുണ്ട്. അത് അവളുടെ സത്യസന്ധത കൊണ്ട് മാത്രം ഉണ്ടായതാണ്. അപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ എത്രമാത്രം സത്യസന്ധത പാലിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്നത്. കാരണം അവൾ ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ തോന്നി. അതുകൊണ്ട് മാത്രം ഒരു കുടുംബം ഒന്നടങ്കം രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ എത്രമാത്രം സത്യസന്ധത ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം സത്യസന്ധരായാൽ ഒരിക്കലും പാദങ്ങൾ ഇടറില്ല. നമ്മുടെ മുന്നോട്ട് തന്നെ പോകാൻ കഴിയും. അല്പം വൈകിയാണെങ്കിലും നമുക്ക് ലഭിക്കേണ്ട അതിൻ്റെ നന്മ നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരുമെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഒരു നന്മയും സ്നേഹവും ഒക്കെയാണ് ആ കുട്ടികളിലേക്ക് എത്തുന്നത്. ഇതിലൊപ്പം എടുത്തു പറയുക തന്നെ വേണം, പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു മലയാളി വ്യവസായി, വിദേശത്തുള്ള മലയാളി വ്യവസായിയാണ് പണം മുടക്കി ഈ വീട് നിർമ്മിച്ചു കൊടുത്തത്. അപ്പോൾ അങ്ങനെ തൻ്റെ ഒരു ചിത്രമോ പേരോ ഒന്നും വരരുത് എന്ന് തന്നെ നിഷ്കർഷയോടുകൂടി സഹായം ചെയ്ത് അദ്ദേഹത്തിന് കൂടി നമ്മുടെ സ്നേഹം അറിയിക്കണം. അദ്ദേഹത്തിന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ആ കുട്ടികൾ കൂടുതൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ.